വീഡിയോ കണ്ടിട്ടില്ലേ? ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഈ പാർട്ടിൽ നമ്മൾ വിത്തല ടെമ്പിൾ, സ്റ്റെപ്പ് വെല്ല്, പുഷ്കരണി, പിന്നെ ലോട്ടസ് മഹൽ, എലിഫന്റ് സ്റ്റേബിൾ ഇതൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാവുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ നേരെ വിത്തല ടെമ്പിളിൻ്റെ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ടെമ്പിളാണ് വിത്തല ടെമ്പിൾ. നമ്മളിപ്പോൾ വിജയപുത്ര ടെമ്പിളിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ ബാറ്ററി വെഹിക്കിളിലാണ് പോകാൻ പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ബാറ്ററി വെഹിക്കിളുണ്ട്. 1 way ടിക്കറ്റ് ആണെങ്കിൽ 10 rupees, 2 way ടിക്കറ്റ് ആണെങ്കിൽ 20 rupees. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വിജയപുത്ര ടെമ്പിളിലേക്ക് പോവാണ്. ബാറ്ററി വെഹിക്കിളിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. 1 വേക്ക് 10 rupees, 2 വേക്ക് 20 rupees വേണം. ഞങ്ങളുടെ ബാഗിൽ അറ്റത്താണ് ഞാനും അമ്മ വിസു ഇരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ താഴെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. വിസു ഒക്കെ പിടിച്ച് പേടിച്ചാണ് ഇരിക്കുന്നത്. മണിയമ്മ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. പോകുന്ന വഴിക്ക് നിറച്ച് പാറക്കൂട്ടങ്ങളാട്ടോ. വലുതും ചെറുതും എല്ലാം ഉണ്ട്. അത് ഭയങ്കര ബാലൻസ് ചെയ്ത് ആണ് നിൽക്കുന്നത്. അങ്ങ് മേളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡൊക്കെ തകർന്ന നിലയിലാണ് ഇരിക്കുന്നത്. ഈ റോഡിൻ്റെ ഇരു സൈഡിലും നമുക്ക് മാർക്കറ്റിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. ഈ മാർക്കറ്റ് വിത്തല ബസാർ എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ കാലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ് ആയിരുന്നു ഇത്. പക്ഷേ ഇപ്പം ഇതിങ്ങനെ സംരക്ഷിച്ചു പോകുവാണ്. അന്ന് ഇവിടെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടന്നു കാണുമായിരിക്കും. 15ാം നൂറ്റാണ്ടിലാണ് ഈ വിത്തല ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ ഒന്നായ ദേവരായ രണ്ടാമൻ രാജാവിന്റെ കാലത്താണ് ഇത് നിർമ്മിച്ചിരുന്നത്. പിന്നെ വിജയനഗര രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായിരുന്ന ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായരുടെ കാലത്ത് ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിരിക്കുവാണ്. ഇതാണ് കേട്ടോ അമ്പലം. ഭയങ്കര വലിയ സ്പേസ് ഉണ്ട് ഇവിടെ. കരിങ്കല്ല് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്റ്റോൺ ചാരിയറ്റ് ഉണ്ട്. നമ്മുടെ 50 രൂപ കാണുന്നില്ലേ, ആ ഒരു സ്റ്റോൺ ചാരിയറ്റ് ഇവിടെയാണുള്ളത്. ഈ അമ്പലത്തിലാണുള്ളത്. ഇവിടെ കൊണാർക്കിൽ പോയപ്പോൾ 10 രൂപ നോട്ടില് ആ സ്റ്റോൺ ചാരിയറ്റിൽ വീല് കണ്ടില്ലായിരുന്നോ? അതുപോലെ തന്നെ ഇവിടെ 50 രൂപ നോട്ടിന്റെ സ്റ്റോൺ ചാരിയറ്റ് ഉണ്ട്. ആ സ്റ്റോൺ ചാരിയറ്റ് നമുക്ക് അതിന്റെ മുമ്പിൽ പോയി നോക്കാം. വീലൊക്കെ ഉണ്ട് കേട്ടോ. നോട്ടുള്ള ഈ രഥമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഹംപി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇത് തന്നെയാണോ നോക്കുകയാണ്. കറക്റ്റ് അത് തന്നെയാണ് കേട്ടോ. ഭയങ്കര വലുതാണിത്. ഈ കൊച്ചുമണി പോലെ അത് തന്നെയാണ്. ഫ്രണ്ട്സ്, ഇന്ത്യയിലെ പ്രശസ്തമായ 3 കല്ല് രഥങ്ങളിൽ ഒന്നാണിത്. മറ്റ് 2 കല്ല് രഥങ്ങൾ എവിടെയാണെന്ന് അറിയാവോ? ഒന്ന് കൊണാർക്കിലും പിന്നെ ഒന്ന് മഹാബലിപുരത്തുമാണ്. ഇത് കല്യാണ മണ്ഡപമാണ്. ഇവിടെയാണ് പണ്ടത്തെ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുറകെ കാണാൻ സാധിക്കുന്നത് കല്യാണ മണ്ഡപം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് മഹാമണ്ഡപമാണ്. ഇത് അതിമനോഹരമായിട്ടുള്ള ഒരു മണ്ഡപമാണ്. ഈ മണ്ഡപത്തിൽ നമുക്ക് ഒരുപാട് കൊത്തുപണികൾ കാണാൻ പറ്റും. കുതിരയുടെയും ആനയുടെയും അതുപോലെ അരയന്നത്തിനെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. 4 ചെറിയ ഹാളുകൾ കൂടി ചേർന്നതാണ് ഈ മഹാമണ്ഡപം. അപ്പോൾ ഈ വിത്തല ക്ഷേത്രം
ശ്രീ വിജയ വിത്തല ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായ വിത്തല ഭഗവാനാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഹംപിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്മാരകങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായതാണ് വിത്തല ക്ഷേത്രം. ഈ ക്ഷേത്രം മുഴുവൻ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഹംപിയിൽ വന്ന് ഉറപ്പായിട്ടും ഈ ക്ഷേത്രത്തിൽ വരണം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. പിന്നെ ഈ വിത്തല ക്ഷേത്രത്തിൽ ഒരു രംഗമണ്ഡപമുണ്ട്. ഇതിൽ സംഗീത തൂണുകളുണ്ട്. അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ വിജയവിത്ര ടെമ്പിൾ മൊത്തം കണ്ടു കഴിഞ്ഞു. നമ്മൾ ബാറ്ററി വണ്ടിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമ്മുടെ ഹംപിയിലെ കാഴ്ചകൾ ഇനിയും തുടരുവാണെങ്കിൽ നമുക്ക് ലോട്ടസ് ടെമ്പിളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും കാണാറുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കാണാം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഇനി സ്റ്റെപ്പ് ബെല്ല് കാണാനായിട്ടോ പോകുന്നത്. സ്റ്റെപ്പ് ബെല്ല് എന്ന് പറഞ്ഞാൽ നിറയെ പടവുകളുള്ള ഒരു കുളമാണ്. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇറങ്ങാൻ പറ്റുമോന്ന് അറിയത്തില്ല, നമുക്ക് അവിടെ പോയി നോക്കാം. ഇതൊരു സ്റ്റോൺ ഡോർ ആണ് കേട്ടോ. നമ്മൾ പോയ അമ്പലത്തിലൊന്നും ഡോറ് കണ്ടില്ലായിരുന്നല്ലോ. അപ്പൊ ഇവിടുത്തെ ഈ ഡോറൊക്കെ ഇതുപോലെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ കല്ലടുക്കി വെച്ചേക്കുന്ന കണ്ടോ ഫ്രണ്ട്സ്, എന്ത് രസമല്ലേ അത് കാണാനായിട്ട്. നമുക്ക് അത്ഭുതം തോന്നും അവർ അന്നത്തെ കാലത്ത് എങ്ങനെ ഇതൊക്കെ അടുക്കി വെച്ചേക്കുന്നതെന്ന്. ഇതാണ് മഹാനവമി ദിബ്ബ, അതായത് മനോഹരമായ ഒരു കല്ല് പ്ലാറ്റ്ഫോമാണിത്. വിജയനഗര കാലത്ത് കൃഷ്ണദേവരായ രാജാവ് ഉദയഗിരിക്കെതിരായ വിജയത്തിന്റെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ചതാണ് ഇത്. വിജയനഗര രാജാവ് ദസറ ആഘോഷിച്ചിരുന്നത് ഇവിടെയാണ്. അപ്പൊ രാജാവ് ഈ മണ്ഡപത്തിരുന്നു കൊണ്ടാണ് ദസറയുടെ സമയത്ത് നവരാത്രി ആഘോഷങ്ങളൊക്കെ വീക്ഷിക്കാറുണ്ടായിരുന്നത്. ഈ മണ്ഡപത്തിന്റെ ഉയരം 12 മീറ്റർ ആണ്. ഈ മണ്ഡപത്തിന്റെ മുൻവശത്ത് ആനയുടെയും കുതിരകളുടെയും ഒക്കെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി സ്റ്റെപ്പ് ബെല്ല് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പ് ബെല്ലിനോട് ചേർന്ന് തന്നെ വേറെ ഒരുപാട് ജലസംഭരണികളൊക്കെ ഉണ്ട്. മഹാനവമി മണ്ഡപത്തിനോട് ചേർന്നാണ് ഈ സ്റ്റെപ്പ് ബെല്ലുള്ളത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് സ്റ്റെപ്പ് ബെല്ല്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്ത് ഭംഗിയായി സ്റ്റെപ്പ് ബെല്ല് കാണാനായിട്ട്. ഇതിനകത്തോട്ട് ഇറങ്ങി പോകാൻ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പുകളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ സ്റ്റെപ്പ് ബെല്ല് എന്നാണ്. ചിലപ്പോൾ ഇതൊക്കെ ബ്ലാക്ക് സ്റ്റോണുകളും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. ഇതാണ് സ്റ്റെപ്പ് ബെല്ല്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ. എൻ്റെ ഇവിടെ നിറച്ച സ്റ്റെപ്പുകളാണ്. ഇവരൊക്കെ എങ്ങനെ ഇത് ഉണ്ടാക്കിയിരിക്കണമെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല. പിന്നെ ഇവിടെ കുറെ തൂണുകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ് കാണാൻ. ഇവിടെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. അങ്ങ് കണ്ടോ, അവിടെ വെള്ളം വരും. ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരുന്ന സാധനമാണ് ഈ ഒരു കല്ലുകൾ. ഈ കല്ല് കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു വെള്ളം കൊണ്ടുപോകുന്ന ഒരു സാധനം പോലെയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്, ഫാത്തി പോലെ. ഈ കല്ല് ഇങ്ങനെ തുറന്ന ഒരു പൈപ്പ് പോലെ ഉണ്ടാക്കിയേക്കുവാണ്. ഈ പൈപ്പിൽ കൂടെ വെള്ളം ചെന്നിട്ടാണ് ഈ സ്റ്റെപ്പ് വെള്ളിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ സ്റ്റെപ്പ് ബെല്ലെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഈ മഹാനവമി മണ്ഡപത്തിലേക്ക് മുകളിലേക്ക് കയറാൻ പോവാണ്. തത്തച്ചി മണിയമ്മൂമ്മയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ചെന്ന് നമുക്ക് സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും. അതാണ് സൺസെറ്റ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു കാണാൻ പറ്റുമെന്ന്. നല്ല രസമാണ്. ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്തു. ഇനി നമുക്ക് തിരിച്ചിറങ്ങാൻ സന്ധ്യയായി. ഇത് കണ്ടില്ലേ, ഇവിടെ ധാരാളം കൊത്തുപണികളൊക്കെ ഉണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് വേറെ ഒരു ടെമ്പിൾ ആണ്. ലോട്ടസ് മഹലിനോട് ചേർന്നുള്ള ഒരു ടെമ്പിൾ ആണ് ഇത്.
ഇതാണ് കേട്ടോ എലിഫന്റ് സ്റ്റേബിള്. ഇവിടെ ഇഷ്ടം പോലെ ഹാളുകളുണ്ട്. ഇതെല്ലാം ആനകൾക്ക് നിൽക്കാനാണ് കേട്ടോ. ഇത് ഭയങ്കര വലുതാണ്. ഇവിടെ ഓരോരോ മുറികളുണ്ട് ആനകൾക്ക് നിൽക്കാനായിട്ട്. ഈ എലിഫന്റ് സ്റ്റേബിളിന്റെ മുമ്പിൽ ഒരു നല്ലൊരു പുൽത്തകിടി ഉണ്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെയാണ് ആനകളൊക്കെ നിന്നിരുന്നത്. ഇത് ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. 15ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്താണ് ആനത്തൊഴുത്ത് നിർമ്മിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജകീയ ആനകളെ സംരക്ഷിക്കാനാണ് ഈ തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ആനത്തൊഴുത്തിലെ ഒരു അറയിൽ ഒരേ സമയം 2 ആനകളെ വരെ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ ഞങ്ങളുടെ ഹംപിയിലെ കാഴ്ചകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരിക. ഇത് അടിപൊളി സ്ഥലമാണ്. ഞങ്ങളുടെ ഹംപിയിലെ പാർട്ട് 1